ഹലോ ഹായ് ഞാൻ ഷമീം. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് തന്നെ കയറുന്ന എപ്പിസോഡ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇടുന്നത്. നല്ല ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്, നല്ല കോമ്പിനേഷൻസ് ആണ്. 3 ലെയേർഡ് ആയിട്ടുള്ള നല്ല കോമ്പിനേഷൻ, വലിയ കോസ്റ്റ്, നമുക്ക് വലിയ പൈസയൊന്നും ചിലവില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം. ഇതിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാം. എപ്പോഴും റൂട്ടീൻ റെസിപ്പീസ് ചെയ്യുന്നതിന് പകരം ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും ക്ലിക്കാവും, ഹിറ്റാവും. നല്ല സാധനമാണ്. എല്ലാ ഏജ് ആയിരിക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫ്ലേവറാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഡെസേർട്ട് ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം കുനാഫിൻ്റെ ഡോ എത്രയാണോ നമുക്ക് അളവ് വേണ്ടത് ആ അളവിന് കണക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരെ ഇതിലേക്ക് പ്ലെയിൻ ഒന്നുമില്ല ഇതിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ റോസ്റ്റ് ആയിട്ടുണ്ട്. റോസ്റ്റ് ആയാൽ ഇതായി ഇങ്ങനെ ഇളക്കുമ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കാം. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രാച്ച് ആകുന്ന സൗണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ അത് നേരെ ഇതിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ ഈ പാൻ സൈഡിലേക്ക് വെക്കുകയാണ്. വേറെ ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ, കുറച്ചേ വേണ്ട കേട്ടോ. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ രണ്ടും തന്നെ കുക്കിംഗ് ഉള്ളൂ, വേറെ കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ മെയിനായിട്ടൊരു കുക്കിംഗ് ഉണ്ട്. അത് ഇതാ ബെനോഫി. ഓക്കെ, മെൽട്ടായിട്ടുണ്ട്. മെൽട്ടായ ബട്ടർ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്കൊന്ന് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് മാറ്റി വെക്കാം. ഇത് പൗഡേർഡ് ഷുഗർ, അതെല്ലാം കാസ്റ്റർ ഷുഗർ, പൗഡേർഡ് ഷുഗർ എന്താണെന്നുള്ള കുറച്ചേ വേണ്ട കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഓൾറെഡി മധുരമുള്ള ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഞാൻ അത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുക. ഡോൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് ടച്ച് ആവണം. നമ്മൾ മിക്സ് ചെയ്ത കുനാഫ ഡോ നല്ല ടൈറ്റിൽ ഇവിടെ നമ്മൾ ഈ സാധാരണ കുക്കീസൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ടൈറ്റിൽ അടിയിൽ വെക്കാറില്ലേ, അതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നല്ല ടൈറ്റിലാക്കിയിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ വെച്ചുണ്ടല്ലോ ഇതേപോലെ ടൈറ്റിലാക്കിയിട്ട് വെക്കാം. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാം. ബൗളിലൂടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അപ്പോൾ ഞാനിതൊരു 30 മിനിറ്റ്സോളം വേവിച്ചിട്ടുണ്ട്. ഫുള്ള് ബനോഫി ആ ലെവലിലേക്ക് ആക്കിയിട്ടില്ല. അത് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടൈറ്റിലാണ് വരിക. ഇതങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നല്ല കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പകുതി, കുറച്ച് ഫുള്ള് എടുത്തിട്ടില്ല, പകുതി എടുത്തിട്ട് ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറുത് നിങ്ങൾ വാങ്ങിയാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മിക്സിംഗ് ഉണ്ട്, ആ മിക്സിംഗ് ഒന്ന് ചെയ്യാം. ഇതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ നല്ല റോബസ്റ്റ് പഴം എടുത്തിട്ട് നിങ്ങളടുത്ത് നല്ല നാലിപ്പൂവിനുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മൈസൂർ വേണ്ട, റോബസ്റ്റോ അതല്ലെങ്കിൽ നാലിപ്പൂവിന്. ഞാൻ നല്ല കോംബോ ആണ് കേട്ടോ, അടിപൊളി സാധനമാണ്. ഇത് രണ്ടും സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് കാരമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം. ഞാൻ പിന്നെ കാരമലൈസ് ചെയ്യുന്നില്ല, ഓൾറെഡി ഇതിൽ നമുക്ക് നല്ല മധുരമാണല്ലോ. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാണ്. നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാവും, ഞാൻ മിക്ക റെസിപ്പി ഡെസേർട്ടിലും പഴം കൊണ്ടുള്ള നല്ല നല്ല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല സക്സസ് ആണ്. അതേപോലെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി ഇതിലേക്ക് ബദാം, നല്ല ചോപ്പ് ചെയ്ത ബദാം ഇട്ട് കൊടുക്കാം. നല്ല ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ്, ഇടയ്ക്ക് നല്ല ബൈറ്റ്സ് കിട്ടാൻ. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണേ. പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ചും കൂടെ നമ്മുടെ എന്താ പറയുക, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നല്ല കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആവും, പക്ഷേ ടേസ്റ്റ് നന്നായി കുറച്ചുകൂടെ കൂടാനേ ചാൻസ് ഉള്ളൂ. ഇതും ഈ ബദാമൊക്കെ കൂടി ആ റിച്ച്നെസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, ആ പഴത്തിൻ്റെ സോഫ്റ്റ്നെസ്സും. ഞാൻ ഒരു പഴം കൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഫുള്ളാക്കാമല്ലോ. 4 പഴം വേണം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലാണ് ഒരു അടിപൊളി സാധനം കയറാനുള്ളത്. അതും കൂടി കയറിയ ആ ഒരു കോമ്പിനേഷൻ സൂപ്പറായിരിക്കും. നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് തട്ടുക. നല്ല തിക്ക് ക്രീം തന്നെ എടുക്കണേ. ഓക്കെ, ഇതുണ്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു മാങ്ങ. ഓക്കെ, മാങ്ങ എടുത്തു. ഇത് പീൽ ചെയ്ത് കളയാം. മിക്സി എടുക്കാം. മിക്സിയിലേക്ക് നമുക്ക് വെറും മാങ്ങ മാത്രം ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് എടുക്കാം. ഒരു പ്യൂരി പോലെ, ഒന്നും മധുരവും ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് പ്ലെയിൻ മാങ്ങ. നല്ല മധുരമുള്ള മാങ്ങയാണേ.
പഞ്ചസാര ഒന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ആ അടിച്ചെടുക്കുന്നതോടൊപ്പം ഞാൻ മാങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും. എന്താ പറഞ്ഞാൽ മാങ്ങ ഞാൻ ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഓവർ മധുരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല പ്യൂരി പോലെ എടുക്കാം. ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ സെറ്റായി. ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തപ്പോൾ. ഇനി ഇത് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച ക്രീമില്ലേ, ആ ക്രീമിലേക്ക് ചേർക്കുകയാണേ. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ വിപ്പിംഗ് ക്രീമും കുറച്ചൊന്ന് ചേർക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കട്ടെ. നന്നായി മിക്സ് ചെയ്യാം. റിച്ച്നെസ് നോക്കിയാൽ ഇപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടെ കയറിയത് കൊണ്ട് നമ്മുടെ മധുരം ബാലൻസ്, ഞാൻ അത് പ്ലെയിനായിട്ട് അടിച്ചത്, അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ബസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ അത് തന്നെയാണ് ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് ഫ്രീസറിൽ വെക്കാം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഫ്രീസറിൽ 10 മിനിറ്റ് ഉണ്ട്. ഒരു നല്ലൊരു ഡീപ്പ് കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ക്രീമി ടെക്സ്ചറൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മിക്സ് കുറച്ച് തണുപ്പിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൽ സെറ്റാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഒഴിക്കുകയാണ്. നല്ല കിടിലം പുഡിങ്ങായില്ല, നമുക്ക് ഓവനിൽ കുക്ക് ചെയ്യേണ്ട, അതുപോലെ തന്നെ അടുപ്പിലാകെ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ കുനാഫ. വേറെ കൂടുതൽ കുക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലല്ലോ, എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡെസേർട്ട്. ഇത് കഴിക്കാണ്ട് തന്നെ എനിക്ക് ഇടുന്ന് യമ്മി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഞാനിവിടെ മാംഗോ കുറച്ച് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, അത് അതിൻ്റെ ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ്. മാംഗോ ഒന്ന് നമുക്കിതിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്കിതിന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം 15 to അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് കഴിക്കുന്നുണ്ടേ. ഞാനാദ്യം മാംഗോ ഇല്ലാതെ നമ്മുടെ താഴത്തുനിന്ന് എല്ലാം കൂടി ഒന്നിച്ചെടുക്കുക. പൊളി. കുനാഫ ഡോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല, സംതിങ് എന്തോ ഉണ്ട് എന്നുള്ളൊരു ഫീലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ്സ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു സൂത്തനിങ് ആണ്. അടിപൊളിയായിട്ട്. ഞാനിപ്പോൾ മാംഗോ കൂടെ അതിൽ കയറ്റിയിട്ടുണ്ട്. പക്ഷേ ആ മിഡിൽ ലെയറാണ് ഏറ്റവും ടോപ്പ്. മുകളിലും പിന്നെ ആ താഴത്തുനിന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് തരുന്നതും. ഒന്ന് ക്ലോസപ്പ് പോയാലോ? ഞാൻ ക്ലോസപ്പ് കാണിക്കാം. ഞാൻ നിർത്താമെന്ന് വിചാരിച്ചാണ്. നോ സ്റ്റോപ്പിങ്. കുനാഫ എന്തായാലും കയറണം. എന്താ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഇടയിൽ ചെറിയൊരു നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. റോബസ്റ്റ് പഴം തന്നെ ഉപയോഗിക്കാം. ആ ക്രീം ഔട്ട്സ്റ്റാൻഡിങ്. ബദാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുന്നുണ്ട്. നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളോട് ബബായ് പറയാണ്. അടുത്തതും ഇത് എന്തായാലും നിങ്ങൾ ഇതിന് ട്രൈ ചെയ്തോ, എല്ലാവർക്കും ഇഷ്ടം. മസ്റ്റ് ട്രൈ. അത്രയ്ക്കും മസ്റ്റ് ട്രൈ ആണ്. പിന്നെ അടുത്തതും ഡെസേർട്ട് റെസിപ്പിയാണ്, അത് വരുന്ന ദിവസങ്ങളിൽ കയറുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ.